ഹായ് ഓൾ, വെൽക്കം ടു എജുബി. ഇന്ന് കേരളത്തിലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടുകളും എക്സ്പെരിമെൻറ്റ് ചെയ്യാത്ത ഒരു കാര്യം നമ്മളെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മളിന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഒരു 12 മണിക്കൂർ ചലഞ്ച് അവർക്ക് കൊടുക്കുക. അതായത് രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ അവരെ ഇരുത്തി ഇന്ന് പഠിപ്പിക്കാൻ പോവുക. അപ്പോൾ ഒരു ഡേ ഇപ്പോൾ എങ്ങനെ ഒരു കോമ്പറ്റീവ് എക്സാംസിന് പഠിക്കുന്ന ഒരാൾ ഐഡിയലി സ്പെൻഡ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഇന്ന് കാണിച്ചു കൊടുക്കാൻ പോവാം. അപ്പോൾ ഇന്ന് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യുന്ന എത്ര കുട്ടികളുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ നമ്മൾ 7:30 മണിയായി. ഈ വീഡിയോ ഇപ്പോൾ ഇൻട്രോ എടുക്കുമ്പോൾ 8 മണിക്കാണ് കുട്ടിയുടെ അടുത്ത് വരാൻ പറഞ്ഞിട്ടുള്ളത്. ഈ 8 മണിക്ക് വരുന്ന കുട്ടികളിൽ രാത്രി 8 മണിക്ക് പോകുന്ന കുട്ടികൾ എത്ര പേരുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്തും കൂടെ നോക്കാം ഇന്നത്തെ വീഡിയോ. നമ്മുടെ ചക്രവ്യൂഹം സ്റ്റാർട്ടിംഗ് ആണ്. രാവിലെ 8 മണിക്ക് എത്ര പേരെത്തി? വരാത്തവർ കൈ വയ്ക്കുക. രാവിലെ 8 മണിക്ക് രാത്രി 8 മണി വരെ സർവൈവ് ചെയ്യുന്ന എത്ര കുട്ടികളുണ്ട് ഇതിനകത്ത്? 8 മണി വരെ ഞാൻ ഇരുന്നിട്ട് ഇവിടെ നിന്ന് പോകുമെന്ന് പറയുന്ന എത്ര കുട്ടികളുണ്ട്? 8 മണി വരെ ഇരിക്കും, ഉറപ്പാണ്. ഇന്ന് ഈ ഡേ ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവണം ഒരു ഡേ നമുക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റും എന്നുള്ളത്. ഇത് നിങ്ങളുടെ ഇന്നത്തെ മെറ്റീരിയലാണ്. ഈ മെറ്റീരിയൽ ഫുൾ ഇന്ന് ഇവിടെ ഇരുന്ന് ചെയ്തിട്ടേ പോവുള്ളൂ. ഈ മെറ്റീരിയൽ ഇന്ന് ഇവിടെ ഇരുന്ന് ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾ എല്ലാവരും പഠിച്ചിട്ടേ പോവുള്ളൂ. ഈ ഡോർ ഇപ്പം അങ്ങ് അടയ്ക്കും. ഇത്രയും ചെയ്തിട്ട് ഇന്ന് ഇവിടെ നിന്ന് ആൾക്കാർ പുറത്തിറങ്ങുള്ളൂ. ഓക്കെ. ഹായ് ധനുഷ്. എങ്ങനെയുണ്ട് ചക്രവ്യൂഹത്തിൽ കയറിയിട്ട്? എന്ത് തോന്നുന്നുണ്ട്? സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? സർവൈവ് എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇംപ്രഷനിൽ കുറച്ച് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട്. എന്താണ് ബുദ്ധിമുട്ട്? കാരണം നമ്മൾ ഇതുവരെ ഫോളോ ചെയ്ത ഒരു പാറ്റേൺ അല്ലല്ലോ. ഇതുവരെ നമ്മൾ കുറച്ച് സമയം പഠിച്ചു അങ്ങനെ ഒരു രീതിയിൽ പോയി. ഇപ്പോൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയി. പക്ഷേ ഈ ഒരു സർവൈവിൽ അത്യാവശ്യമാണ്, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതുവരെ പഠിച്ചു വന്നതിൽ അപേക്ഷിച്ച് ഇനി ഏതൊക്കെ ലെവലിലോട്ട് പോകാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഒരു നിലവാരം എന്തൊക്കെയാണെന്ന് ഇത്രയും മണിക്കൂറത്തെ ഒരു എന്താ പറയുക ഒരു സെഷനിൽ മനസ്സിലായി. തുടങ്ങിയിട്ടേ ഉള്ളൂ, കുറച്ച് സമയം ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് സ്വന്തം നിലവാരം, സ്വയം ബോധ്യപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയുള്ള സമയം കൂടെ അതിജീവിക്കണം. 12 മണിക്കൂർ സർവൈവ് ചെയ്തേ പറ്റൂ. ഉറപ്പായിട്ടും. ശരി, ഓൾ ദി ബെസ്റ്റ്. പേര് പറയോ? ജയലക്ഷ്മി. എങ്ങനെയുണ്ട് ചക്രവ്യൂഹത്തിൽ കയറിയിട്ട്? ഫസ്റ്റ് മാത്സിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ട് അതിനെ ബേസ് ചെയ്ത് മെറ്റീരിയൽസാണ് തന്നത്. അപ്പം മാത്സ്, ബാക്കി റീസണിങ് എല്ലാം ഉണ്ട്. അപ്പം ഫസ്റ്റ് കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിളുണ്ട്. പിന്നെ ചെയ്ത് തന്നപ്പം എല്ലാവരും കൂടെ ഉള്ളൊരു ആൻസർ പെട്ടെന്ന് ചെയ്യാനും പറയാനും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഓളം കിട്ടുന്നുണ്ട്. അത് പുറത്ത് നിന്ന് കുട്ടികളുണ്ടാകുമ്പം അവർക്കത് പഠിക്കാൻ കുറച്ചുകൂടി ചിലപ്പോൾ പുതിയതായിരിക്കും. അപ്പം നമുക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റി. അപ്പം നമുക്ക് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഡിഫിക്കൽട്ട് ഏരിയാസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഒക്കെ പറ്റുന്നുണ്ട്. അപ്പം 12 മണിക്കൂർ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഡിഫറൻറ്റ് സബ്ജക്റ്റ് കുറച്ചുകൂടി നമുക്ക് ഇപ്പം മാത്സ് തന്നെ അല്ലാതെ ഡിഫറൻറ്റ് സബ്ജക്റ്റ് ആകുമ്പോൾ കുറച്ചുകൂടി നമുക്കൊന്ന് എൻജോയ് ചെയ്തു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ഉള്ളതുകൊണ്ട് വലിയ പ്രശ്നം തോന്നുന്നില്ല. അപ്പം സർവൈവ് ചെയ്യുന്നത് തന്നെയാണ് ചെയ്യാൻ. എനിക്ക് ഏറ്റവും കുറച്ചുകൂടി ഇപ്പം എല്ലാ മന്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആവും തോന്നുന്നുണ്ടല്ലേ? ഇപ്പം ഇതുപോലത്തെ പ്രോഗ്രാംസ് ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. പെർ മന്ത് നമുക്ക് വീക്കിലി അല്ലാതെ ഓരോ മാസം നമുക്ക് ആ ഒരു എന്തൊക്കെ നമുക്ക് ഡിഫിക്കൽട്ട് ഏരിയാസ് ഉണ്ട്. ഇപ്പം കറണ്ട് അഫയേഴ്സ് ആയാലും സ്റ്റാറ്റിക് ആയാലും അങ്ങനെ ഓരോ സെക്ഷനായിട്ട് പോകുമ്പോൾ കുറച്ചുകൂടി നന്നായിരിക്കും തോന്നുന്നു. ഇതിപ്പോൾ മാത്സ് റീസണിങ് കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു സെക്ഷനാണ്. ഓക്കെ. അപ്പം ഓൾ ദി ബെസ്റ്റ്. 3 hours later. നമ്മൾ 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ മണി 11 മണി. അപ്പോൾ 3 മണിക്കൂറായി കുട്ടികൾ ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസ് റൂം വരെ ഒന്ന് പോയി നോക്കി നോക്കാം ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണെന്നുള്ളത്. ഇപ്പോൾ സമയം നിങ്ങൾ കാണുന്നുണ്ടാവും 6:51 ഇപ്പോഴത്തെ സമയം. അപ്പോൾ ഇപ്പം പോയി നോക്കാം ക്ലാസ്സിൽ കുട്ടികളുടെ അവസ്ഥ എന്താണ്. നമ്മളും ടയേർഡായ സത്യം പറഞ്ഞാൽ. ഈ പറഞ്ഞ ഗോൾ സാറാണ് ഫുൾ സെഷൻ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്ക് ഇന്നത്തെ പരിപാടിയെ പറ്റി എന്താണ് പറയാനുള്ളതെന്ന് കൂടെ അതും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമല്ലോ. അപ്പോൾ സാറേ, എന്താണ് ഇന്നത്തെ സെഷൻ കൊണ്ട് നമ്മൾ വിചാരിച്ച കാര്യം നടന്നിട്ടുണ്ടോ?
ഇനി എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂറും കൂടെ ഉള്ളൂ. അപ്പോൾ ഇത് നടന്നിട്ടുണ്ടോ? നമ്മൾ മടി എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് പിള്ളേരെ പിടിച്ചിരുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഫുൾ ടൈം ഇരുന്നിട്ട് ചെയ്യാം, അവരുടെ സ്പീഡ് കുറവാണെങ്കിലും അവരെ കൊണ്ട് മടി എന്നുള്ള ഇത് മാറ്റി ഇരുത്തി ചെയ്യിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അവർ അത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു 4 ടോപ്പിക്കൊക്കെ കവറായി. എന്ന് വെച്ചാൽ ഏകദേശം 120 ദിവസത്തിൻ്റെ മുകളിൽ ഇപ്പോഴേ എത്തി. സാർ ഡേഡായോ? ഞാൻ ഡയഡല്ല. ഇപ്പം എത്ര മണിയാണ്? നമ്മൾ എത്ര മണിക്ക് തുടങ്ങി? 8 മണിക്ക് തുടങ്ങി. ഇപ്പോൾ 7 മണിയായി. എത്ര മണിക്കൂർ പഠിച്ചതാണ് ജയലക്ഷ്മി? ഒരു 8 മണിക്കൂർ 8.5 മണിക്കൂർ നിങ്ങൾ പഠിച്ചാണ്. കാരണം ഈ ഇടയ്ക്ക് ബ്രേക്ക് പിന്നെ ഗെയിം ഇതൊക്കെ പോയിട്ട് നമ്മളൊരു 8 മണിക്കൂർ ഇന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? സീരിയസ് ആയിട്ട് നമ്മൾ കഷ്ടപ്പെട്ടില്ലേ? ഇനി ഞാൻ പറയാം, ഇത് എഴുതി വെച്ചോ. ഇനിയുള്ള എല്ലാ ദിവസവും നിങ്ങൾ ഇതുപോലെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എഴുതിത്തരാം, ഇവിടെ ഇരിക്കുന്ന എല്ലാവരും സർക്കാർ ജോലി കയറും. ഇന്നത്തെ ഡേ നല്ല എഫക്റ്റീവായിട്ട് തന്നെയാണ് ഈ പിള്ളേർക്ക് യൂസ്ഫുള്ളായിട്ട് പോയിട്ടുള്ളത്. അത് എനിക്ക് നല്ല പിന്നെ നേരിട്ട് കണ്ടതാണ്. നമ്മുടെ ഈ പരിപാടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ 28 കുട്ടികളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ 28 കുട്ടികളിൽ ഈ പറഞ്ഞ പല പല കാരണങ്ങളായിട്ട് അവർ നിർത്തിപ്പോയെന്ന് ഞാൻ പറയില്ല, പക്ഷേ പല ഇപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങൾ, ഇപ്പോൾ പെൺകുട്ടികൾ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ കുറച്ച് ഒരു 8 പേരോളം പോയല്ലേ സാറേ? 8 പേര് മാറ്റിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള കുട്ടികളെല്ലാം ഇവിടെ ഇരുന്ന് നല്ല രീതിയിൽ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എനിക്ക് ഉറപ്പുണ്ട്, ഈ പറഞ്ഞ കുട്ടികൾക്ക് എക്സാം ഹാളിൽ പോകുമ്പോൾ ഉറപ്പായിട്ടുണ്ടാവും. ഇന്നത്തെ ഡേ എന്ന് പറഞ്ഞാൽ NGBയെ സംബന്ധിച്ചിട്ട് വലിയൊരു ഡേ ആയിരുന്നു. ഈ ഒരു ഡേ ഞാൻ പറയാം, അടുത്ത നമ്മുടെ റിസൾട്ടുകൾ, അതായത് ഈ പറഞ്ഞ ഈ കുട്ടികളുടെ റിസൾട്ടുകളിൽ അവരുടെ സക്സസ് സ്റ്റോറീസിൽ ഈ ഡേ ഉറപ്പായിട്ട് രേഖപ്പെടുത്തുന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പുണ്ട്. നമുക്ക് ഇനിയൊരു വീഡിയോയിൽ പിന്നെയും കാണാം. താങ്ക് യു.